പ്രകാശി, സർക്കസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർക്കസ് ഇവിടെ മനസ്സ് മുഴുവൻ സർക്കസ് ചാടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ പൈസ തിരിച്ചു കൊടുക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാനൊന്നും കണ്ടില്ലടാ. എന്റെ പ്രകാശി, നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ സർക്കസ് കാണാൻ വേണ്ടി കൊണ്ടുപോയത്. അങ്ങനെ പറഞ്ഞ മാറ്റുന്നതാണോ ഈ ടെൻഷൻ? ആ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? പൈസ തിരിച്ചു കൊടുത്താൽ പോരെ? അതിനുള്ള ഐഡിയ എൻ്റെ ഉണ്ട്. നിന്റെ ഐഡിയ ഉണ്ട്. എടേ, കൊടുത്തില്ലല്ലേ അവൻ ജംഗ്ഷനിൽ വെച്ച് എന്റെ തലയിൽ കൂടെ മീൻ വെള്ളം കോരി ഒഴിക്കുന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? ആ വഴിയുണ്ട് പ്രകാശി. പറ, എന്താ വഴി? പലിശക്കാരൻ പാപ്പച്ചൻ. ഏതാ വട്ടപ്പലിശക്കാരൻ? നിങ്ങളിപ്പോ വട്ടോ നീളം നോക്കണ്ട, കാര്യം നടന്നാ പോരെ? ആ മതി മതി. ചേച്ചി വിളി. ബഹളം വെക്കല്ലേ, ഒന്ന് നമ്പർ എടുത്തോട്ടെ. ഹലോ, പാപ്പച്ചേട്ടാ, വേണുക്കുട്ടനായിരുന്നു. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തിനെ ഒരു ഇച്ചിരി പൈസ വേണമായിരുന്നു. ഒരു 25,000 രൂപ. ആ, ആളെ നിങ്ങളറിയും, പാപ്പാടി പ്രകാശൻ. ആണോ? ഇല്ല, അത്ര ഒന്നുമില്ല. ആണല്ലേ? അങ്ങനെ കൊടുക്കോളോ? ആ, എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല മതിപ്പാട്ടോ നിങ്ങളെ കുറിച്ച്. ലോക ഉടായിപ്പോന്ന്. നിങ്ങളുടെ പൈസ തരത്തില്ലെന്ന്. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായം. ആ പേര് പറഞ്ഞ് നമുക്ക് മേടിച്ചാലാ? ആ പേര്, തന്തയുടെ പേരും കളഞ്ഞിട്ട് വന്നേക്കണം. അമ്മയുടെ ആണെങ്കിൽ പൈസ കൊടുക്കാന്ന്. തീർന്നില്ല. എന്ത്? എനിക്ക് എത്തിയാലോ അമ്മ പത്രകാളിയെ പോലെ നിൽക്കും. എന്റെ പ്രകാശ്, നിങ്ങൾ ഡൗൺ ആവല്ലേ? വഴിയുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് വന്നേ. പൈസയുടെ കാര്യല്ലേ? വേണുക്കുട്ടൻ റെഡിയാക്കും. വാ, നടക്കൂ. നടത്തി തരും. വാ, എഴുന്നേക്ക്. കുറെ നാളായി നടത്തി തരാം. എന്ത് നിങ്ങൾക്ക് എന്താണ് ഒരു വിശ്വാസമല്ല? നീ എന്നെ നടത്തരുത്. ഇല്ലെന്നേ, 25,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അവൻ മീൻമുള്ള ഒഴിക്കുമെന്ന് പറഞ്ഞ സത്യമാണോ? സത്യമാടാ. അവൻ ചെയ്യും അങ്ങനെ. അവന്റെ കയ്യിലിരിപ്പതാ. പരമദ്രോഹി. ഞാൻ പറഞ്ഞോളൂ. കഷ്ണം വാങ്ങാതാ. എനിക്ക് എത്ര വലിയ കഷ്ണം വേണം? കഴിക്കടാ. എന്നാലും അച്ഛൻ നമ്മളെ കൂട്ടാണ്ട് വേണുങ്ങളുടെ കൂടെ സർക്കസ് കാണാൻ പോയത് ശരിയായില്ല. സർക്കസ് കാണാനാണ് പോണെന്ന് എന്താ ഉറപ്പ്? ചിലപ്പോഴേ അമ്മ വേണുങ്ങളുടെ കൂടെ വല്ല ബിസിനസ് മീറ്റിംഗിന് പോയതായിരിക്കും. സർക്കസ് ബിസിനസ്സിനാ? പറയാൻ പറ്റത്തില്ല, ചിലപ്പോ സർക്കസ് ഒക്കെ പണിഞ്ഞിരിക്കും അച്ഛൻ. ആ, എന്നാ പിന്നെ അവിടെ ജോക്കറെ ആവശ്യം ഉണ്ടാവൂല മക്കളെ. അല്ല, നിങ്ങളുടെ അച്ഛനും ഉണ്ടല്ലോ, മതിയാവും. കറക്റ്റാ. ആണാ? എന്നാ അമ്മയും കൂടി കൂടിക്കോ, നല്ല ഫാമിലി പാക്കായിട്ട് പോവാ. നിന്റെ അച്ഛമ്മേനെ വിളിച്ചോ, അത് കറക്റ്റാ. അല്ല, ഈ സർക്കസിലൊക്കെ ഇപ്പൊ ജോക്കേഴ്സ് ഉണ്ട്? ഓ, സർക്കസിൽ ഇപ്പൊ ജോക്കേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ആനിമൽസ് ഇല്ല. പണ്ടത്തെ സർക്കസിൽ ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലേ മേ? പണ്ട് ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ആനിമൽസ് ഉണ്ടായിരുന്നോ? ആ മോനെ, അവിടെ ഉണ്ടല്ലോ എന്താ മോട്ടോർ സൈക്കിൾ എന്തോ പറയില്ല, എന്താ ബുള്ളറ്റ്. ആ ബുള്ളറ്റ്. ആ, അത് ഓടിക്കുന്ന കരടി ഉണ്ടായിരുന്നു. തള്ള്. സത്യമായിട്ടും. അല്ല, അത് പുളുവാ. അല്ലടാ, ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബുള്ളറ്റ് ഓടിക്കുന്ന കരടി ഉണ്ടല്ലോ, ആ സർക്കസ് ഉടമസ്ഥനില്ലേ, അവരുടെ അടുത്ത് ഓടിക്കളഞ്ഞു, ഓടി രക്ഷപ്പെട്ടു. ഈ കഥ എവിടെയോ കേട്ടു. അതെ, ഈ കഥയാണ് സിനിമയാക്കിട്ട് എടുത്തത്. ഞങ്ങള് കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. മറ്റേ ബേറ്, മൈ ഡിയർ ബേരോ, മൈ ഡിയർ കരടി. മൈ ഡിയർ കരടി. ഈ കഥ തന്നെയാണ് സിനിമയാക്കി എടുത്തത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്ന കഥയാ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഉള്ളത് പറഞ്ഞാലും പിള്ളേർ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കേ. ആ, ചെറുക്കന് തീരെ വയ്യെന്ന് തോന്നുന്നു. അച്ഛനപ്പോ വന്ന്? അച്ഛൻ വന്നിട്ട് കൊറേ ആയി. അച്ഛൻ അവിടെ പോയി. നീ എന്തിനീ അച്ഛൻ ഞങ്ങള് ഓരോരുത്തരൊക്കെ എവിടെ പോയി അറിയുന്നെന്തിനാ? ഞാൻ അറിയണ്ട, പക്ഷെ അറിയിക്കണവരെ അറിയിക്കേണ്ടി വരും. അച്ഛമ്മേ, അച്ഛമ്മയുടെ മോഹൻ വന്നിരിക്കുന്നു, ഇങ്ങോട്ടൊന്ന് വാ. അച്ഛമ്മേ,
ഓ നീ വന്നോ? സർക്കസിനെ പറ്റിയൊക്കെ ചോദിക്കച്ചമ്മേ മോനോട്. നീ സർക്കസ് കാണാൻ പോയടാ? ഏ വേണുകുട്ടൻ വിളിച്ചോണ്ട് പോയതാ. അടിപൊളിയായിരുന്നു സർക്കസ്. കത്തിയിറക്കം ഉണ്ടായിരുന്നു. വേണുകുട്ടൻ വിളിക്കുമ്പോ നീ എന്നാ അവളുടെ എന്റെ കാമുകയാണോ? കൂടെ എപ്പോഴും വിളിക്കുമ്പോ ചെല്ലാനോട്ട്. അയ്യേ പ്രകാശിന്റെ അമ്മ, ഞാൻ പ്രകാശിന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയാ സർക്കസിന് കൊണ്ടുപോയത്. നീ ടെൻഷൻ മാറ്റണ്ട, ഞങ്ങൾ മാറ്റിക്കോളാം. അവനാരാ നിന്റെ ടെൻഷൻ മാറ്റാനിട്ട്? എന്തോന്നാ അമ്മ ഇത്? രാവിലെ എന്താ ഇവന്റെ തല മെക്കിട്ട് കയറാൻ പോവാ? അല്ല, നിന്റെ തലയിലേക്ക് അമ്മ കിട്ടുകയാറാം. ആ ആരുടെയെങ്കിലും തല മെക്കിട്ട് കയറാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നതല്ലേ? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറ. സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് ഇവ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? അച്ഛമ്മയുടെയും അമ്മയുടെയും സർക്കസ് കണ്ടാ മതിയെന്ന് അങ്ങനെ പറഞ്ഞില്ലേടാ? പ്രകാശിയുടെ അമ്മയ്ക്ക് സർക്കസ് ഒക്കെ അറിയാവോ? സർക്കസ് മാത്രമല്ല, കളരിപ്പയറ്റും അറിയാം. കളരിപ്പയറ്റ് വേണ്ട, ആയുധം വെച്ചുള്ള കളി ഡേഞ്ചറാ. എന്നാ പിന്നെ നീ മിണ്ടാണ്ടിരുന്നോണം അവിടെ. എന്തോന്നാ അമ്മ ഇത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എന്ന് ഇന്ന് തന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ സർക്കസ് കാണാൻ. ആ ഇവൻ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകണം. പറ്റുമോ നിനക്ക്? എന്തോന്നാ അമ്മ പറയുന്നേ? ഒരു ടിക്കറ്റിന് 300 രൂപ, 7 പേര് 7 3 21 2100 രൂപ. എന്റെ പൈസ ഒന്നുമില്ല. എടാ നീ കൊണ്ടുപോണ്ടടാ, ഞങ്ങൾക്ക് പോകാനറിയാം. എന്നാ പോ. എടാ മോനെ പരമ പറയുന്നില്ല നിന്നെ ഒന്നും. ആരെ കൊണ്ടുപോയാലും നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല. കരിങ്ങാലി വൃത്തികിട്ടവനെ. കരിങ്ങാലി നല്ല പേരാട്ടോ, നിനക്ക് ചേരും. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പട്ടി ഒരു അച്ഛനോട് സർക്കസ് കാണാം, ഞങ്ങൾ തന്നെ നോക്കണം. എന്താടാ എന്റെ പട്ടി വരും ഇപ്പൊ അച്ഛനോട് സർക്കസ് കാണാൻ, ഞാൻ തന്നെ പൊക്കോളാം. എന്റെ ഭാഷ കേട്ടോ? തന്തയോട് സംസാരിക്കുന്ന പട്ടി വരുമെന്ന്. പട്ടിയുടെ ടിക്കറ്റ് എടുക്കാൻ പ്രകാശിന്റെ പൈസ ഇല്ല. പ്രകാശ് വന്നി ആണല്ലേ? മര്യാദക്ക് സംസാരിച്ചോ. ഓ എന്റെ അമ്മ എന്റെ നേരെ ചൂടാക്കുക ചെയ്യും. അത് കേട്ട് നീ എന്റെ അച്ഛനാവാൻ ശ്രമിക്കല്ലേ. ഇനി ഞാൻ ചൂടാക്കും, എനിക്കറിയാം ചൂടാക്കാനുള്ള ടെക്നിക്കൊക്കെ. നിനക്കതല്ലേ അറിയാവുള്ളൂ. PSC ടെസ്റ്റ് എഴുതാൻ പാസ്സാകാൻ ഉള്ള കഴിവൊന്നും ഇല്ല. ഞാൻ വക്കീലാൻ പോവാ. വക്കീല് എന്നിട്ട് ഇങ്ങനെ വാദിച്ച് തോറ്റോ നീ? ഇല്ല, ഈ പട്ടിയും പൂച്ചയല്ലേ കോടതിയിലും പറയുള്ളൂ. അതെ. ഒരു കുറവില്ല കേട്ടോ നാക്കിന്. ഇവനോടൊന്നും സംസാരിച്ചിരിക്കാനുള്ള സ്റ്റാൻഡേർഡേ നമുക്ക് പോരാ. ബാ. അതെ സത്യം, വെരി ലോ സ്റ്റാൻഡേർഡ്. നിന്റെ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല കേട്ടാ. നന്നാവൂലേ കേട്ടോ? അമ്മേ എനിക്ക് തേങ്ങ ഉടയ്ക്കാൻ മാത്രം അറിയില്ല, എനിക്കൊന്ന് പറഞ്ഞുതരുമോ? ബാക്കിയെല്ലാം മക്കൾക്ക് അറിയും. പിന്നെ ബാക്കിയെല്ലാം എനിക്ക് അറിഞ്ഞൂടെ? ഞാനേ തേങ്ങ ഉടയ്ക്കുമ്പോ ഇങ്ങനെ കഷ്ണമായിട്ട് ഉടഞ്ഞുടഞ്ഞു പോവും. അത് തേങ്ങ ഉടക്കുന്നതിനൊക്കെ ഒരു നാക്കുണ്ട്. അതായത് ഇതിന്റെ നടുക്ക് ഭാഗത്തായിട്ട് വെട്ടണം. ചെയ്തേ, അങ്ങനെ തന്നെയാ പഠിക്കുന്നേ. ഇങ്ങനെ അറക്കാനല്ല ഉദ്ദേശിച്ചത്. ഡേ നിന്റെ ഭർത്താവ് ശരിയല്ല. ഓ, തെറ്റ് ചെയ്താൽ എന്റെ ഭർത്താവ് ശരിയല്ല. തെറ്റൊന്നും ചെയ്യാത്തപ്പോ നിങ്ങൾക്ക് പുന്നാര മകനാ അല്ലേ? അതെ, നിന്നെ കണ്ട അവൻ തെറ്റ് ചെയ്യുന്നു. ആണോ? ആ എന്നാ ഞാൻ നിങ്ങളെ കണ്ടിട്ടാ തെറ്റ് ചെയ്യുന്നേ. നീ ഉടക്കാൻ നോക്ക്. നിങ്ങളുടെ രണ്ടുപേരെയും കുരുത്തം കേട്ട സ്വഭാവം കാരണം ഞങ്ങൾ ഇങ്ങനെയായി. സമാധാനമായല്ലോ പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചപ്പോ. അതെ, പ്രകാശനോട് ഞാൻ നമ്മള് സർക്കസിന് പോകുന്ന കാര്യം ഞാൻ സംസാരിച്ചാ? വാ, എന്നിട്ട് എന്ത് പറഞ്ഞു? അവന്റെ പൈസ ഇല്ലെന്നു. അല്ലെങ്കിൽ അച്ഛൻ്റെ എപ്പോഴാ പൈസ ഉണ്ടായിട്ടുള്ളേ? ഓ, അവന് പൈസ ഇല്ലെന്നും പറഞ്ഞോളൂ നമ്മള് സർക്കസിന് പോകാനിരിക്കൂടി. അത് ശരി, അച്ഛമ്മയുടെ കുറെ പൈസ ഉണ്ടല്ലേ, ഞങ്ങൾ കൊണ്ടുപോകില്ലേ? കൊണ്ടുപോവാം. എന്റെ കൂടെ വരുന്ന ആർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും ഞാൻ ടിക്കറ്റ് എടുത്തു തരാം. നമുക്ക് 6 മാത്രം. 6 മാത്രം? അമ്മ മാസല്ല അമ്മ, മരട മാസ. സുഖിപ്പിക്കല്ലേ മോളെ. ഇപ്പൊ റെഡി ആക്കിയോ? ചമ്മന്തി അരയ്ക്കാനാണോടി? കറിക്ക ആണോ? ഒരു മീൻ പാല് പിടിഞ്ഞ് കറി വെച്ചു, നമുക്കതും തിന്നോണ്ട് പോവാം. പാവച്ചമ്മല്ലേ. നീ ഉടക്ക്. ഉടക്കണം. ശ്രദ്ധിച്ച്. കൈ പോവോ? ഓ അയ്യോ, അങ്ങനെയല്ല. കാണിച്ചുതരാം, അമ്മ കാണിച്ചുതരാം. എന്നെയൊക്കെ കാണിക്കണോ? കൊള്ളാം. ഇനി കുടിച്ചോ. കഴിച്ചോ.
പ്രകാശി ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ഒരു ഐഡിയ കേട്ടതിന്റെ അമ്മയുടെ വായിരുന്ന മുഴുവൻ ഞാൻ കേട്ടു. എന്നാ ഞാൻ പറയാനില്ല. എന്തുവാടെ എന്റെ പിള്ളേരെ പോലെ മിണ്ടി ഉടനെ പിണങ്ങുക. പിന്നെ ഒരു കാര്യം പറയാന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ എന്താണ് നീ പറ. ഈ പലിശ പാപ്പച്ചൻ പറഞ്ഞ നിങ്ങളുടെ അമ്മ പറഞ്ഞ പൈസ തരാന്നല്ലേ പറഞ്ഞത്? നീയല്ലേ അയാളോട് സംസാരിച്ചത്? അങ്ങനല്ലേ പറഞ്ഞേ? അതെ. പ്രകാശി അമ്മയായാലോ? എന്തോ? അതായത് പലിശ പാപ്പച്ചൻ ഇവിടെ വരുമ്പോ പ്രകാശി അമ്മയുടെ വേഷം കെട്ടി ഇവിടെ നിന്നാലോ? മനസ്സിലായ ഐഡിയ. ഏ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഈ പലിശ പാപ്പച്ചൻ ഇവിടെ വരുമ്പം അയാൾ അമ്മയെ കണ്ട് തിരിച്ചറിഞ്ഞാലാ? പിന്നെ അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങളുടെ അമ്മ എന്നെ സിനിമ നടിയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മേനൊന്നും ആരും അറിയാൻ പോണില്ല. നീയല്ലേ പറഞ്ഞ അച്ഛനെ അറിയാന്നുള്ളത്? സുഹൃത്തെ, നിങ്ങളുടെ അച്ഛൻ ഫേമസ് ആണ്, അമ്മ ഫേമസ് അല്ല. അമ്മ ഫേമസ് അല്ലേ? അമ്മ ഫേമസ് അല്ല, അച്ഛനാണ് ഫേമസ്. അത് ഐഡിയ. മനസ്സിലായോ? അതായത് പലിശ പാപ്പച്ചൻ ഇവിടെ വരുന്നു, പ്രകാശി അമ്മയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നു, അവര് നമ്മൾ ചോദിച്ച പൈസ തരുന്നു, നമ്മൾ മമ്മദിന്റെ പൈസ കൊടുക്കുന്നു, കടം വീട്ടുന്നു. ശുഭം. അടിപൊളി. അടിപൊളി. നമുക്കൊരു 50,000 രൂപ ചോദിച്ചാലോ? തരാന്ന് പറയുമ്പോ ആർത്തിയാണല്ലേ. 50,000 ചോദിച്ചാൽ കിട്ടത്തില്ല. ആരടയ്ക്കും ഇത്? ഞാനടയ്ക്കും. അതൊന്നും വേണ്ട, ഒരു 40,000 ചോദിക്കും. 40,000 ചോദിക്കും. അത് കിട്ടുമോ? എടാ എന്നാലും ഒരു പ്രശ്നമുണ്ടാ. ഇനി എന്താണ്, നിങ്ങൾ മൊത്തം പ്രശ്നമാണല്ലോ ഇത്. എടാ ഇവിടെ വരുന്ന സമയത്തെ ഞാൻ അമ്മയുടെ വേഷം കെട്ടി നിൽക്കുമ്പോ അമ്മയും പിള്ളേരും അവരെല്ലാം ഉണ്ടാവത്തില്ലേ? ഇവരെ ഇവിടെ നിന്ന് നൈസായിട്ട് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യും. അയ്യോ, അല്ല ഓരോ നൂലാമാലകൾ ആലോചിച്ചതാ. നല്ല കാര്യം നടക്കണ്ടേ? നിങ്ങൾ അമ്മേനെയും പിള്ളേരെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പരിപാടി നോക്ക്. അതിനും ഐഡിയ കിട്ടി. എന്താ ഐഡിയ? നമുക്ക് ഇവരെല്ലാരെയും കൂടെ സർക്കസിന് അയച്ചാല്? നല്ല ഐഡിയ. സർക്കസിന് പോകാൻ വേണ്ടി വെമ്പല് കൊണ്ട് നിൽക്കുക. സർക്കസിന് വിട്. നീ ഒരു പഠിച്ച് പെട്ടെന്ന് പോയി അമ്മ, പുഷ്പ, 4 പിള്ളേർ, 6 പേർക്കുള്ള ടിക്കറ്റ് എടുത്തോണ്ടോ. 6 പേർക്കുള്ള ടിക്കറ്റ് എത്രയാ പോകുന്നത്? 6 3 18 1800 രൂപ പൈസ ഒറ്റ അടിവെച്ചു തരും കേട്ടോ. 1800 രൂപ ടിക്കറ്റ് എടുക്കണ്ടേ? വിഷം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് നീ 1800 രൂപ എന്നോട് ചോദിക്കുന്നത്. എടാ ഒന്ന് മറിക്കടാവേ, ഞാൻ ഇതിന്റെ കൂടെ അതും കൂടെ ചേർത്തങ്ങ് തരാം. മറിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അതിങ്ങളുടെ പലിശ നിങ്ങൾ തരേണ്ടി വരും കേട്ടോ. ഇയാളെ ഞാൻ ഊറ്റാൻ നോക്കുമ്പോ ഇയാളെ എന്നെ ഊറ്റാൻ നോക്കുക. എന്തുവാ? ഒറ്റ ഓട്ടത്തിന് പോയി ടിക്കറ്റ് എടുത്തോണ്ട് വരാന്ന്. അടിപൊളി. അടിപൊളി. തകർക്കും. 45,000 രൂപ. ഒന്ന് മുറുക്കി തരുമ്പടി ഇങ്ങനെ ഞെക്കി കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഒന്ന് മുറുക്കി തിരുമടി പോണേ സർക്കസിന്. അച്ഛമ്മ, ഈ സാഹചര്യത്തിന് മുതലെടുക്കരുത്. സാഹചര്യത്തിന് മുതലെടുക്കില്ല. കിണിക്കണേ എന്ത് കിണിച്ചൂടാൻ? സർക്കസ് കാണാൻ പോകുമ്പോഴേ വല്ല തിന്നാൻ തരുവാണെങ്കിൽ മുടിയും കൂടി ഞാൻ ഈ തല ഇങ്ങനെ മസാജ് ചെയ്ത് തരാം. വേണ്ട കേട്ടോ, മസാജ് ചെയ്യണ്ട. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കസിന് പോകാനുള്ള ടിക്കറ്റ് വേണിക്കൂട്ടൻ എടുക്കാൻ പോയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്റെ കുടുംബത്തിന്റെ കാര്യം പിന്നെ ഞാനല്ലേ നോക്കണ്ടേ? എങ്ങനെ നോക്കണ്ട? അങ്ങനെ പറയുന്നത്? അച്ഛമ്മ, അച്ഛന് കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും. നീയേ ഉള്ളൊരാണായിട്ട് നീ വേണം ഇവരെ കൊണ്ട് പോവാൻ. അവനെ സർക്കസ് കാണാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ നീ പോവാത്തത്? എനിക്ക് PSC കുറെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, അവിടെ എനിക്ക് പോകാൻ സമയമൊന്നുമില്ല ഈ സർക്കസ് ഒന്നും കാണാൻ. നീ ഇവരെ കൊണ്ട് സർക്കസിന് പോയിട്ട് PSCക്ക് പഠിച്ചാ മതി. എനിക്ക് പോകാൻ മനസ്സില്ല. ഇത് എന്തോന്നാ? പോയേ പറ്റൂ. ഇതിന് താല്പര്യം നിർബന്ധിക്കുന്നുണ്ടോ? എടാ ഇവന് താല്പര്യം ഇല്ലെങ്കിൽ അല്പം വരണ്ട. നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നാലും താടാ. എനിക്ക് എങ്ങനെ വരാൻ സമയം കിട്ടും? എനിക്ക് അത്യാവശ്യമായിട്ട് തലക്കച്ചോടായിട്ട് കുറെ കാര്യങ്ങൾ ഓടാൻ പോകണ്ടേ? അങ്ങനെ ഇപ്പൊ എനിക്ക് അച്ഛന്റെ കാശിന് സർക്കസ് കാണാൻ പോകണ്ട. വാശിയ? വാശിയ. ഇരിടവിടെ. അമ്മേ കേട്ടല്ലോ, ഇവനിപ്പോ വേറെ PSCക്ക് പഠിക്കാൻ വേണ്ടിയൊന്നും അല്ല, അച്ഛന്റെ പൈസക്ക് ഇവന് സർക്കസിന് പോകാൻ പറ്റുകയല്ലെന്ന്. അപ്പൊ പുണ്യം അച്ഛനോട്. കൊഞ്ചിച്ച് തലേ കയറ്റി വെക്കുമ്പോ ആലോചിക്കണായിരുന്നു.
ഒറ്റയ്ക്ക് വരണ്ട അച്ഛാ, ഞങ്ങള് ഒറ്റയ്ക്ക് പോക്കോളാം അല്ലേ ചുമ്മാ? ആ അങ്ങനെ പ്രായപൂർത്തിയായ പെമ്പിള്ളേർ ഒറ്റയ്ക്ക് സർക്കസിന് പോകണ്ട. എന്താ പ്രായപൂർത്തിയായ പെമ്പിള്ളേർക്ക് കൊമ്പുണ്ടോ? കൊമ്പോട്ടോ തുമ്പിക്കുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവൻ കൂടെ വന്നില്ലെങ്കിൽ ഇവിടുന്ന് ആരും പോകണ്ട. എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരടാ? ഞാൻ പോവും. പോയിക്കോ, പക്ഷെ ബാക്കിയുള്ളവരാരും ഇവിടുന്ന് പോകത്തില്ല. അതെന്താ ഞങ്ങള് പോയാ? പോകത്തില്ല, അതെന്റെ തീരുമാനമാ. അച്ഛാ കാരണം പറ. കാരണം പോകണ്ട, അത്രേ ഉള്ളൂ. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. അവനെവിടെയും പോവാ, ഞങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല. അവൻ എവിടെ പോകുന്നു വരുന്നു എന്നുള്ളതൊന്നും അല്ല വിഷയം. അവൻ കൂടെ ഇല്ല, നിങ്ങൾ പോകുകയില്ല, അത്രേ ഉള്ളൂ. അച്ഛൻ ഇത് ഭയങ്കര ബോർ പരിപാടി കേട്ടോ. അതെനിക്ക് ബോറായിട്ട് തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്ക് അത്രയ്ക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി അവനെ പറഞ്ഞിളക്കിക്കൊണ്ടു പോവാ, സമ്മതിക്കാം. ഞാൻ അവന്റെ അടുത്ത് പോയി സംസാരിക്കട്ടെ. എടി പോലൊടി തിരുമ്മേച്ചു കൂടി. വേണമെങ്കിൽ അങ്ങോട്ട് ചെരുപ്പ് തിരുമു. നിന്നെ വേണേ ഞാൻ കൊണ്ടുപോവാ, അവനറിയാതെ. വേണ്ട. ഞാനില്ലെങ്കിൽ നീയില്ല, എന്നെ കാണാൻ മണമില്ല, എൻ്റെ പേര് എന്ത്? വാ ഓക്സിജൻ. കൊള്ളാലോ. ഞാനില്ലെങ്കിൽ നീയില്ല, എന്നെ കാണാൻ മണമില്ല, എൻ്റെ പേര് എന്ത്? ഓക്സിജൻ. നീ ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കണ? അല്ല, ഡാൻസ് കളിക്കുന്നുണ്ട്. എടാ അതെ, ചേട്ടാ നല്ല വെച്ചില്ല മറിയ. ഞാൻ പല്ലും തേച്ച് 2 ചുയിങ്ങമും കഴിച്ചു. ചേട്ടന് ഇഷ്ടല്ലേ ചുക്കുട് വേണം? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എടാ സഞ്ജു, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആങ്ങളമാരെ സിനിമയ്ക്ക് കൊണ്ടുപോകാറ്. അതിനൊന്നുമില്ലേ? എനിക്കൊന്നുമില്ല. എന്തുവാടാ അത് ചേച്ചി കൂടുതൽ നടന്ന് മെഴു കണ്ട സർക്കസ് കാണാൻ ഞാൻ വരത്തില്ല. ചേട്ടൻ PSC പഠിക്കണ്ടല്ലോ, PSC. അത് മാത്രല്ല, എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്. അഭിമാനം. അച്ഛൻ എന്നെ ആട്ടിത്തുപ്പി വിട്ടായിരുന്നു. അതുകൊണ്ട് ഇനി അച്ഛൻ ചെലവാക്കുന്ന ഒരു സാധനത്തിന് ഞാൻ വരൂ. ആ PSC ബുക്ക് കിടന്നേ. ആ ഇതച്ഛൻ പൈസ ചെലവാക്കി മേടിച്ചല്ലേ, എന്തിനു നീ ഇത് ഉപയോഗിക്കണേ? ഇതച്ഛൻ പൈസ ചെലവാക്കി മേടിച്ചതേ എനിക്ക് PSC കിട്ടാനും ഈ സ്വത്തൊക്കെ അച്ഛന് കിട്ടാനും കൂടെ. അപ്പൊ ഞാനാണ് ഇവിടുത്തെ ബലിയാട് കേട്ടാ. പോക്കോ, ഞാൻ വരുന്നില്ല. പോ. അല്ലെങ്കിലും ചേച്ചി, ചേട്ടൻ ഏറ്റവും വലിയ ചെടികളല്ലേ, നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നിന്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. എന്നാ കൈ പിടിച്ചോ. ചേട്ടന്റെ കൈ ഇങ്ങനെ പിടിക്കല്ല. പുണ്ണി അവന് ജാടന് ജാടത്തിന്റെ ബാബു. എടാ സഞ്ജു, അല്ലെങ്കിൽ ഉണ്ടല്ലോ, എടാ നിന്റെ ഇങ്ങോട്ട് നോക്കേ, നിന്റെ ചെടികളൊക്കെ ഇടയ്ക്കൊക്കെ നനയ്ക്കണത് ഞാനും കൃഷ്ണയും കൂടിയിട്ടാണ്. അത് നീ മറക്കരുതേ. ആരൊക്കെ? ഞാനും കൃഷ്ണയും. ചെടിയുടെ മൂട്ടിപ്പോ തുപ്പുന്ന ചെടി തന്നെ അല്ല, മനസ്സിലായില്ലേ? ഇത് ഞണക്കേ വന്നേക്കുന്നു 2 എണ്ണം കൂടെ. അത് ചേച്ചി എന്ത്? ജാടേ, നീ വരില്ലേ? വരില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും, നീ വരില്ലേ? വരില്ല. വരില്ല. വരാൻ മനസ്സില്ല. അവസാനമായിട്ട് ചോദിക്കാം, വരൂ. മൂളനെ എന്ത് മനസ്സിലായി? എന്നാ പോക്കൂടെ? വാ തുറന്ന് പറഞ്ഞൂടെ? ചേട്ടൻ വരാന്ന് പറഞ്ഞാണ്. നീ അവിടെ ചില ചോര കുടിച്ചോട്ടെന്ന് ഓർത്തപ്പോ മൊത്തം ഊറ്റി കുടിക്കുക. വേണു പ്രകാശി, എന്തായി സംഭവം? എന്തായി? അടിപൊളി. ടിക്കറ്റ് എല്ലാം ഞാൻ കൊണ്ട് പുഷ്പ ഏൽപ്പിച്ചു, അവര് ഹാപ്പി. അതാണ് ഈ വേണിക്കുട്ടന്റെ ഐഡിയ. അടിപൊളിയാളാ. ആരും പ്രശ്നമായിട്ട് വരികയല്ലോ അല്ലേ? ഉറപ്പല്ലേ, ഒരു മനുഷ്യന്റെ 7 അയലത്ത് വരത്തില്ല. പ്രകാശി, 7 അയലക്കത്ത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് ഭാഗ്യം തൂക്കി വരുന്നുണ്ടല്ലോ പ്രകാശി. ചേട്ടാ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എവിടേക്ക് പോവാൻ? നീ എവിടേക്കെങ്കിലും പോ. ചേട്ടനാണെങ്കിൽ എവിടേക്കെങ്കിലും പോ. ഞാൻ എവിടേക്കെങ്കിലും ഒന്നും പോകുന്നില്ല, ഇതെന്റെ വീടാ. ഇതെന്റെയും കൂടി വീടാ. അത് നിങ്ങളെ 2 പേരുടെ വീടല്ല, ഇത് സരസ്വതമ്മയുടെ വീടത്. അത് പറയാ നീ ആരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. ഞാൻ ചേട്ടന്റെ അനിയത്തിയല്ലേ? നീ എന്റെ അനിയത്തിയല്ല, കുനിയത്തിയല്ല. എന്നാ ചേട്ടന്റെ ചേട്ടനല്ല, ചോട്ടനല്ല, ആരുമില്ല. ആരുമല്ല, നീ പോ. ഞാൻ പോവും. എനിക്ക് അമ്മയുണ്ട്. പ്രകാശി, നിങ്ങൾ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്? എന്ത് പെണ്ണാണത്? ഒരു മര്യാദ വേണ്ടേ? ഞാനൊരു ചേട്ടനല്ലേ അവിടെ? എന്റെ പ്രകാശി, അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിയും. അയ്യോ,
ആ സഞ്ജു ഒന്ന് കലിപ്പുണ്ടാക്കിയപ്പോ ഞാൻ വിചാരിച്ചു കുളമായിരുന്നു. അത് എങ്ങനെയും രക്ഷപ്പെട്ടപ്പോ ദേ അടുത്ത പാരയും കൊണ്ടുവന്നു. വന്നേ, ഇവിടെ നിന്നാ ശരിയാവില്ല. വാ, നമ്മുടെ പ്ലാൻ മൊത്തം പൊളിയും. വന്നേ.